ആഴ്ചകളായി ഇന്ത്യ-US വ്യാപാര കരാർ ഏറെക്കുറെ സ്തംഭിച്ച നിലയിലാണ്. പ്രധാന പ്രസ്താവനകളോ സമയപരിധികളോ ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയ പുരോഗതിയുടെ സൂചനകളൊന്നുമില്ല. എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകളിലെ മാറ്റങ്ങൾ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് സൂചന വരുന്നത്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ മാറ്റത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വാഷിംഗ്ടണിന് ഏറ്റവും വലിയ സംഘർഷ ബിന്ദുവായി മാറിയ റഷ്യൻ ബാരലുകൾ നവംബറിൽ കുത്തനെ ഇടിഞ്ഞു. ടാങ്കർ ട്രാക്കിംഗ് കാണിക്കുന്നത് പ്രതിദിനം ഏകദേശം 9.48 ലക്ഷം ബാരൽ എത്താനുണ്ടെന്നാണ്. ഇത് ഒക്ടോബറിലെ എണ്ണ ഉൽപാദനത്തിന്റെ പകുതിയോളം വരും. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾക്കുള്ള സംഭരണം ക്രമീകരിക്കുന്നുണ്ടെന്ന് റിഫൈനർമാർ പറയുന്നു. പ്രത്യേകിച്ചും ഏറ്റവും പുതിയ US ഉപരോധങ്ങൾ പ്രധാന റഷ്യൻ വിതരണക്കാരെ ലക്ഷ്യം വെച്ചുള്ളതും തടസ്സങ്ങളുടെ സാധ്യത വർദ്ധിപ്പിച്ചതുമായതിനു ശേഷം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിദഗ്ധർ പറയുന്നത് ഈ മാറ്റങ്ങൾ വിശാലമായ ഇന്ത്യ-US വ്യാപാര കരാറിനുള്ള പാത തുറക്കുന്നുണ്ടെന്നാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ മാറ്റി സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ വാർഷിക എണ്ണ ഇറക്കുമതി ബിൽ $3 മുതൽ $5 ബില്യൺ വർദ്ധിപ്പിക്കുമെന്നും സമ്മർദ്ദകരമായ സാഹചര്യത്തിൽ ചെലവ് $7 മുതൽ $11 ബില്യൺ ഉയരുമെന്നും കെപ്ലർ കണക്കാക്കുന്നു. ഇന്ത്യ ആസ്വദിച്ച കഴിവ് ഇതിനകം പലരും വിശ്വസിച്ചിരുന്നതിനേക്കാൾ കുറവായിരുന്നു. ഈ വിലക്കുറഞ്ഞ ബാരലുകളിൽ നിന്ന് ഇന്ത്യ പ്രതിവർഷം ഏകദേശം $2.5 ബില്യൺ ലഭിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് കണക്കാക്കുന്നുണ്ട്. ആ ആനുകൂല്യം പോലും നഷ്ടപ്പെടുന്നത് 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് അനുയോജ്യമല്ല. എന്നാൽ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാവുകയും വിതരണ ആഘാത സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ കൂടുതൽ പ്രവചനാതീതമായ ഒഴുക്കിന് പകരമായി തിരിച്ചടി ഏറ്റെടുക്കാൻ ന്യൂഡൽഹി തയ്യാറാണെന്ന് തോന്നുന്നു. 2026-ൽ US ഗൾഫ് തീരത്ത് നിന്ന് 2.2 ദശലക്ഷം ടൺ LPG ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ദീർഘകാല കരാറിനും ഇന്ത്യ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ വാർഷിക LPG ഇറക്കുമതിയുടെ 10% വരുന്ന ഇത് ഇന്ത്യ ഇതുവരെ സമ്മതിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഘടനാപരമായ അമേരിക്കൻ ഊർജ്ജ കരാറാണിത്. US-ൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും വർദ്ധിച്ചു. ഒക്ടോബറിൽ പ്രതിദിനം ഏകദേശം 5.4 ലക്ഷം ബാരൽ, ഏകദേശം 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഈ ഘടകങ്ങളിൽ ഓരോന്നും ഒരൊറ്റ വിതരണക്കാരെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് പതുക്കെ ആസൂത്രിതമായി മാറുന്നതിന്റെ സൂചനയാണിത്. ഇത് വാഷിംഗ്ടണിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല. ഇന്ത്യൻ കയറ്റുമതിയുടെ തീരുവ ഉയർന്നതിലും ചില വസ്തുതകളുടെ തീരുവ 50% ഉയർത്തുന്നതിലും അമേരിക്ക വർഷത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചു. എന്നാൽ അതേ താരിഫ് വിജ്ഞാപനങ്ങളിൽ 200-ലധികം കാർഷിക ഇളവുകൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഒരിക്കലും പൂർണ്ണമായും അടച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണിത്. ഇന്ത്യ ആകട്ടെ രാഷ്ട്രീയമായി സെൻസിറ്റീവ് ആയ മേഖലകളെ സംരക്ഷിക്കുകയും അതേസമയം മറ്റുള്ളവയിൽ ചില വഴക്കങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ കൈമാറ്റങ്ങൾ ഏറ്റുമുട്ടലാണെന്ന് തോന്നുമെങ്കിലും ഇരുവശത്തുമുള്ള രീതി തകർച്ചയിലേക്കല്ല, മറിച്ച് നിയന്ത്രിത സമ്മർദ്ദത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതെല്ലാം കണ്ടിട്ടും ന്യൂഡൽഹിയിൽ നിന്നുള്ള ഔദ്യോഗിക നിലപാട് മാറ്റമില്ലാതെ തുടരുന്നു. ചർച്ചകൾ വളരെ നന്നായി പുരോഗമിക്കുന്നുണ്ടെന്നും ഇരുപക്ഷവും സമതുലിതമായ ഒരു കരാറിൽ എത്തിക്കഴിഞ്ഞതായും ചില വാർത്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. ഈ ശുഭാപ്തി വിശ്വാസത്തിന് അദ്ദേഹം ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. കാരണം സമയപരിധികൾ പ്രതീക്ഷകൾ ഉയർത്തുന്നു. ശാന്തമായ ആത്മവിശ്വാസം ചർച്ചകൾക്ക് ഇടം നൽകുന്നു. അമേരിക്കയിലും സ്വരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. വിപണി പ്രവേശനത്തിനായുള്ള സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഊർജ്ജ നീക്കങ്ങൾ കൂടുതൽ ദൃശ്യമാകുന്നതോടെ സമീപ ആഴ്ചകളിൽ നല്ലൊരു വാർത്ത പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.